ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ബസ്മതി റൈസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ബിരിയാണി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതൊന്ന് ഒരു അരമണിക്കൂറോളം കുതിർത്തി വെക്കാം. ഇനി ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഹാഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം. അതുപോലെ 2 ടീസ്പൂൺ വിനെഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് വലിയ ഉള്ളിയാണ്. അപ്പോൾ 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് മീഡിയം സൈസിലും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുതായി അരിഞ്ഞെടുത്തത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ്. മറ്റത് റൈസിലേക്കും ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആരും ചേർക്കാത്തൊരു ഐറ്റമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബീൻസാണ്. ബീൻസ് ഞാൻ ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതുപോലെ ബേ ലീഫ്, സ്റ്റാർ അനീസ്, ഏലക്ക, ഗ്രാമ്പൂ, അത് കറുകപ്പട്ട, ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ടൊമാറ്റോ ജ്യൂസാണ്. അപ്പോൾ 3 ടൊമാറ്റോ ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാനത് ജ്യൂസാക്കി എടുത്തതാണ്. തൊലി കളയാതെയാണ് ജ്യൂസാക്കി എടുത്തിട്ടുള്ളത്. ഇത് 1.5 ടീസ്പൂൺ പുലാവ് പൗഡറാണ്. അപ്പോൾ ഞാൻ ഈ പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത് അഫ്ഗാൻ പുലാവ് റെസിപ്പിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ റെസിപ്പി പോയി നോക്കാം. ഇത് അഫ്ഗാൻ പുലാവ് റെസിപ്പിയിൽ ഞാൻ പുലാവ് പൗഡർ തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കി അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗീയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഈ 2 പീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പാനിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളി ഒരു സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് ചിക്കനിലേക്ക് പെട്ടെന്ന് തന്നെ ചൂട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ 2 ഭാഗവും വേവായി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കൊരു കറുകപ്പട്ടയും ഒരു ചെറിയ പീസ് കറുകപ്പട്ടയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്നുകൂടെ പെട്ടെന്ന് വേവാനായിട്ട് ഞാനൊരു 1/2 കപ്പ് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, ചിക്കൻ പെട്ടെന്ന് വേവായി കിട്ടും. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി റൈസ് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഗീ ഒഴിച്ച് 2 ബേ ലീഫ്, അതുപോലെ നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക, കറാമ്പൂ, സ്റ്റാർ അനീസ് ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കും. ഇനി
ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മീഡിയം സൈസിലായി അരിഞ്ഞെടുത്തതാണ്. ഇതിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ്. അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉപ്പോട് ചേർത്ത് നമുക്കിതിലേക്ക് പുലാവ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, റൈസിനൊരു ചെറിയ എരിവ് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി റൈസ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഊരിയിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ചിക്കനും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ച് കളയണം. കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പുലാവ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേസ്റ്റും ചിക്കനിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഇവിടെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ടൊമാറ്റോ ജ്യൂസാണ്. അപ്പോൾ ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ റെഡിയായി, ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ച ബീൻസാണ്. അപ്പോൾ ഇതിവിടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പിഞ്ച് ഓയിൽ ഒഴിച്ചെടുത്താണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. റൈസ് ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ബീൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തതിലുള്ള ഗ്രേവിയാണ്. ആ ഗ്രേവിയുടെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ ഭാഗത്ത് ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ നല്ല
ഇതിൽ കിട്ടാൻ പറ്റും ഈ ഗ്രേവി ഇതിലൂടെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ പാനിലൊരു 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിലാക്കിയിട്ടാണ് സവാള വറുത്തെടുക്കുന്നത്. ഇതിലൂടെ കാഷ്യൂ കിസ്മിസൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇനി പാനിലേക്ക് നമ്മൾ ആ ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഈ ചിക്കൻ പീസുകൾ മാത്രം ഇതിലൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറായി ഗ്രില്ലൊക്കെ പോലെ നല്ല രീതിയിൽ ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ പീസ് ഇതിൽ പാനിൽ മാത്രം ഇട്ടൊന്ന് വേവിക്കുന്നത്. അപ്പോൾ നമുക്കതുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഒരു കിടിലൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.